നാം 40 ഡേയ്സ് പ്രയറിന്റെ മൂന്നാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നാം ഈ 40 ഡേയ്സും ഓൾമോസ്റ്റ് നമ്മൾ ധ്യാനിക്കുന്നത് നെഹമ്യാവ് എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് നമുക്ക് അവസരം തരുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ദൂതുകൾ ഒക്കെ നിങ്ങൾ കുറിച്ചെടുത്ത് നിങ്ങളുടെ മിനിസ്ട്രിക്കും വിശേഷാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിനും അത് വളരെ പ്രയോജനകരമായി തീരും എന്നുള്ളത് അറിഞ്ഞ് കഴിയുമെങ്കിൽ അതിനായിട്ട് ഒരു ബുക്ക് മേടിച്ച് മെസ്സേജുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അത് ഒത്തിരി പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അർദ്ധരാത്രിയിൽ 3 മണിക്കും 3:30ക്കും ഒക്കെ ഉണർന്ന് പലരും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം രാവിലെയും വൈകിട്ടുമായി ധ്യാനിച്ചത് നെഹമ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇന്ന് നമ്മൾ ആ 4-ാം വാക്യത്തെ ആസ്പദമാക്കി അല്പകാര്യം കൂടെ ഇന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ ഉപവസിക്കാൻ ഒരു ദിവസമെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ ഇരിക്കുക, 2 ദിവസം കൊണ്ടേ ഇരിക്കുക. എങ്ങനെ നിങ്ങൾക്ക് കർത്താവ് നിയോഗം തരുന്നു, 1 ടൈം കഴിച്ചുകൊണ്ടിരിക്കാനാണ് അങ്ങനെ അത് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുക. ദൈവം ആശ്വസിപ്പിക്കുന്നവനെന്നോ യഹോവയാൽ ആശ്വാസം പ്രാപിക്കുന്നവനെന്നൊക്കെ അർത്ഥമുള്ള നെഹമ്യാവ് എന്ന വാക്യം, അദ്ദേഹം ഒരു പാനപാത്രവാഹനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രാജസന്നിധിയിലാണ് തൻ്റെ ഉദ്യോഗം. സഹോദര സ്നേഹം നന്നായിട്ടുള്ള ഒരു പ്രിയപ്പെട്ടവൻ, മറ്റുള്ളവരുടെ ക്ഷേമം അറിയാൻ മനസ്സുള്ള ഒരാൾ, സ്വജനത്തെ സ്നേഹിക്കുന്ന ഒരാൾ, കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന ഒരാൾ, യെരുശലേമിനെ സ്നേഹിക്കുന്ന ഒരാൾ, യെരുശലേമിൻ്റെ ബ്ലെസ്സിങ് കാണാൻ ആഗ്രഹിച്ച ഒരാൾ. നാം അതിൻ്റെ ആമുഖമായി ചിന്തിപ്പാനിടയായി തീർന്നു. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു വന്ന ചില ആളുകളെ കണ്ടിട്ട് താനെ അവരോട് ക്ഷേമങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ ന്യൂസ് ഗുഡ് ന്യൂസ് അല്ലായിരുന്നു, ബാഡ് ന്യൂസ് ആയിരുന്നു. നെഹമ്യാവ് അത് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ മനസ്സ് വയ്ക്കുന്നു. താൻ അവിടുന്ന് കിട്ടിയ വിവരം അറിഞ്ഞപ്പോൾ താൻ ഹാപ്പി ആയില്ല, വളരെ വേദനയായി. ആ വേദന ദൈവത്താൽ തനിക്ക് ലഭിച്ച ഒരു വേദനയാണ്. കാരണം അവർ പറയുന്നത് യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലാണ്, അപമാനത്തിലാണ് ഇരിക്കുന്നത്. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുക. ദ വാൾ ഓഫ് ജെറുസലേം. ഇത് തൻ്റെ മനസ്സിൽ അടുത്ത നെക്സ്റ്റ് എന്തോ ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊജക്ട് പ്ലാനിങ് അല്ലായിരുന്നു, ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചല്ലായിരുന്നു, ഒറ്റയ്ക്ക് ഞാൻ എന്തോ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള വിചാരവും അല്ല. വാട്ട് ഹീ ക്യാൻ ഡു. വലിയ വലിയ കാര്യങ്ങളൊക്കെ ദൈവം പലരെയും കൊണ്ട് ചെയ്യിക്കുമ്പോൾ എവിടെയും ദൈവം ഉപയോഗിച്ചിട്ടുള്ളവരെ നമ്മൾ എടുത്തു നോക്കിയാൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രൈ ആൻഡ് പ്രേ. ഏത് ദൈവപ്രവൃത്തിക്ക് ആരെ ഉപയോഗിക്കണമെങ്കിലും പ്രാർത്ഥന മുറിയിലുള്ള ദൈവമായിട്ടുള്ള സമയം ചിലവിടുന്നതിൽ നിന്നാണ് അതിൻ്റെ പദ്ധതികളുടെ ആവിഷ്കാരം, അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ നിയോഗം, അതിനുള്ള ഇൻസ്പിറേഷൻ, അതിനുള്ള ട്രഷറി, അതിനുള്ള പ്രോപ്പർ ഗൈഡൻസ്, അതിനുള്ള ഐഡിയോളജി, എവറിത്തിങ് ഉണ്ടാകുന്നത് പ്രാർത്ഥനാ മുറിയിലാണ്. ഇപ്പൊ നെഹമ്യാവ് കേട്ടത് മതിലിടിഞ്ഞ് കിടക്കുക. അത് യെരുശലേമിന്റെ മതിൽ എന്ന് പറയുന്നത് 2.5 മീറ്റർ വീതിയുണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.3 ആണ്.
2.5 മീറ്ററാണ് വീതി. മനസ്സിലാക്കണം. ചില സ്ഥലങ്ങളിൽ അതിന്റെ ഉയരം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്, അല്ലെങ്കിൽ 39 അടിയോളം ഉയരമുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പൊ യെരുശലേമിന്റെ മതിലിന്റെ വീതി 2.5 മീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഏതാണ്ട് 8 അടിക്കുള്ളിൽ ഉള്ള വീതിയുണ്ട്. 8 ഫീറ്റിനുള്ളിലുള്ള പിന്നെ ആ തിക്നെസ് 8.2 ഫീറ്റോളം വരും അതിന്റെ വീതി. മനസ്സിലാക്കണം. ഇതൊരു വലിയ മതിലാണ്. ഇതാണ് പൊളിഞ്ഞു കിടക്കുന്നത്. ഇച്ചിരി പറഞ്ഞു കഴിഞ്ഞാല് 4018 മീറ്റർ നീളമുണ്ട് ചുറ്റളവ്. 4018 മീറ്റർ ചുറ്റളവ്, അല്ലെങ്കിൽ 2.49 മൈല് ചുറ്റളവിൽ കിടക്കുകയാണ് ഈ മതില്. ഇത് പൊളിഞ്ഞു പോയി. ഇതിന് 34ഓളം വാച്ച് ടവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 34ഓളം പിന്നെ ഗോപുരങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ട്, കൊത്തളങ്ങൾ എന്ന് വേണേ പറയാം. മാത്രമല്ല അതിന് 7 പ്രധാന വാതിലുകളുണ്ട്. ട്രാഫിക് ജാം ആകാതെ ഇരിക്കാൻ വേണ്ടി 7 വാതിലുകൾ അത് തുറന്നിടുന്ന സമയങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പിന്നെ 8 അടിയിൽ കൂടുതൽ വണ്ണമുള്ള, 39 അടിയിൽ കൂടുതൽ ഉയരമുള്ള, 4018 മീറ്ററോളം ചുറ്റളവുള്ള, 34 വാച്ച് ടവറുള്ള, 7 പ്രധാന കവാടങ്ങളുള്ള ഈ മതിലാണ് പൊളിഞ്ഞു കിടക്കുന്നത്. വലിയ കൂറ്റൻ കല്ലുകൾ കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. രാജസന്നിധിയിൽ വെള്ളമെടുത്തു കൊടുക്കാനായി മാത്രം ദൗത്യമുള്ള ഒരാള് എങ്ങനെ ഇത് പണിയാൻ പറ്റും? ഇറ്റ്സ് നോട്ട് ആൻ ഈസി. കാരണം അവിടെ വേറൊരു പ്രൊവിൻസ് ആണ് ഭരിക്കുന്നത്, വേറൊരു ഗവർണറാണ് ഭരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താൻ ചെയ്യാൻ കഴിയാവുന്ന കാര്യം ദൈവസേന ചെയ്തത് ഒന്ന്, ഫസ്റ്റ് പ്രയർ. എത്ര വലിയ കാര്യത്തിന്റെയും തുടക്കം പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഈ മോർണിംഗ് ഡിവോഷനിൽ ഞാൻ താഴ്മയോട് നിങ്ങളോട് പറയുന്നു, ഇമ്പോസിബിൾ ഇമ്പോസിബിൾ എന്ന് നിങ്ങളുടെ കാതിൽ അയൽവാസിയിൽ നിന്ന് കേൾക്കുന്നത്, നടക്കത്തില്ലെന്ന് പറയുന്ന വെല്ലുവിളി, പ്രൈസ് ഗോഡ്, ആമേൻ, ആ വെല്ലുവിളിയുടെ നടുവിൽ ഇച്ചിരൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് തൻ്റെ ഉള്ളിൽ കുറെ നിയോഗങ്ങൾ പിന്നീട് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ആത്മനടത്തിപ്പുകൾ തനിക്കുണ്ടാകാനിടയായി തീർന്നു. പരിഹാസത്തിന്റെയും വിമർശനത്തിന്റെയും നടുവിൽ ആണിപ്പോൾ ആ യെരുശലേം കിടക്കുന്നത്. ആ വിഷയമാണ് താൻ പ്രാർത്ഥിക്കുന്നത്. പരിഹസിക്കുന്നവരുടെയും വിമർശിക്കുന്നവരുടെയും ഇടയിലാണ് നെഹമ്യാവ് ഇപ്പോൾ പ്രാർത്ഥനയുടെ ഒരു മതിലുമായി ദൈവസന്നിധി നിൽക്കുന്നത്. അവിടെ അവഹേളനത്തിന്റെ ശബ്ദം ഉണ്ട്, തളർന്നു പോകാൻ. പക്ഷേ അവഹേളനത്തിന്റെയും പരിഹാസത്തിന്റെയും നിന്ദയുടെയും നടുവിൽ പൊളിഞ്ഞുപോയ മതില് പണിയാനായിരുന്നു തൻ്റെ മേലുള്ള വിളി. എത്ര പേർക്ക് ഒരു ആമീൻ പറയാൻ പറ്റും? കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ശത്രു പൊളിച്ചത്, ബലവാന്മാര് പൊളിച്ചത്, ഒരു യോഗ്യതയുമില്ലാത്ത ഒരുവനെയും കൊണ്ട് ദൈവം പണിയാനുള്ള ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നിങ്ങളെ എലിജിബിൾ ആക്കുന്നത് നിങ്ങളുടെ പേരിന്റെ വലത്തെ സൈഡിൽ നിങ്ങൾ മേടിച്ച പ്രൊഫഷന്റെ ഡിഗ്രി അല്ല. പ്രൈസ് ഗോഡ്. നിങ്ങളെ ദൈവപ്രവർത്തിക്ക് എലിജിബിൾ ആക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ല. നമ്മളെ എലിജിബിൾ ആക്കുന്ന നമ്മുടെ ട്രഡീഷൻ അല്ല. നമ്മളെ എലിജിബിൾ ആക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസ് അല്ല. നമ്മളെ എലിജിബിൾ ആക്കുന്ന നമ്മുടെ സ്കില്ലല്ല. നമ്മളെ എലിജിബിൾ ആക്കുന്ന ഏതൊക്കെ ഏരിയകളിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതല്ല. ഇഫ് there is a prayer man in the city,
There will be a wonderful starting for the glory of God. ദൈവമഹത്വത്തിന് വേണ്ടി ഒരു പദ്ധതി പരിശുദ്ധാത്മാവിന് ചെയ്തെടുക്കാൻ കഴിയുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു പട്ടണത്തിലുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു ദേശത്തുണ്ടോ? കരയുന്ന ഒരാൾ, ഉപവസിക്കുന്ന ഒരാൾ ഒരു ദേശത്തുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഡോറുകൾ ദൈവം ഓപ്പൺ ചെയ്യും. ഇൻ ജീസസ് നെയിം. ഓ റമാന ശമനാദരകൾ ഘടാധികനകൾ ശസി. യേശുവിന്റെ രക്തം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പിശാച് ടാർഗറ്റ് ചെയ്തതിന്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ. ഇനി ഒരിക്കലും ഈ ജെറുസലേം പണിയപ്പെടത്തില്ല. ഈ പൊളിഞ്ഞു പോയത് അങ്ങനെ കിടക്കണം. ദൈവജനം കുറെ കൂടെ അപമാനിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം, പരിഹസിക്കപ്പെടണം. നിരന്തര യാഗങ്ങൾ നടന്നതാണ് ഈ മതിൽക്കെട്ടിനുള്ളിലുള്ള ആലയത്തിൽ. ആരാധന നിരന്തരം നടന്നതാണ്. ഇപ്പൊ അവിടെ നോബഡീസ് ലാൻഡ് പോലെ കിടക്കുകയാണ്. അവിടെ അപമാനത്തിന്റെയും നിന്ദയുടെയും നടുവിലാണ് അവർ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നെഹമ്യാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു കാര്യം റിയലൈസ് ചെയ്തു. ഹൗ ദിസ് വാൾ ഫാളൻ. എന്തുകൊണ്ടാണ് ഈ മതിൽ വീണത്? എന്തുകൊണ്ടാണ് ഇത് പൊളിഞ്ഞു പോയത്? അവർക്ക് മനസ്സിലായി, ദൈവജനത്തിന്റെ പിന്മാറ്റമാണ് ഈ മതിൽ പൊളിഞ്ഞു പോകാൻ കാരണം. അത് പൊളിച്ചു കളയാൻ ദൈവം നെബൂഖദ്നേസറിനോടും ടീമിനോടും കൽപ്പിച്ചത് കൊണ്ട് അത് പൊളിച്ചു കളഞ്ഞു. സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ അഭിമാനത്തിന്റെ ഒരു പ്രധാന തലമായിരുന്നു യെരുശലേം ദൈവാലയം, യെരുശലേം മതിൽ. ദൈവത്തിൽ നിന്ന് ഒരുവൻ അകലുമ്പോൾ ഓർത്തോണം, അവന്റെ സുരക്ഷിതത്വം പൊളിയാനുള്ള സമയമായി വരുന്നു. അവന്റെ സംരക്ഷണത്തിന്റെ ഭിത്തി പൊളിയാനുള്ള സമയമായി വരുന്നു. ദൈവത്തിൽ നിന്നുള്ള തന്റെ ജനം അകന്നു പോയപ്പോൾ ശത്രു ശക്തിപ്പെടാനിടയായി. ഞാൻ വളരെ ഭയത്തോടെ ദൈവസന്നിധിയിൽ പറയാം, എന്തുണ്ടെങ്കിലും ദൈവകൃപയില്ലെങ്കിൽ നമ്മൾ സീറോയാണ്. ഓർത്തിരിക്കുക, ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവകൃപ. കൃപയുടെ ഓപ്പോസിറ്റ് വേർഡാണ് പ്രൈഡ്. അത് ഓർത്തോണം. സ്തോത്രം. ദൈവകൃപയുണ്ടെങ്കിൽ എല്ലാ ഗ്ലോറിയും എല്ലാ ഓണറും ദൈവത്തിന് മാത്രമേ പോകൂ. എന്ത് ചെയ്താലും കൃപയാൽ. By the grace of God, by the grace of God. Your job, your family life, your kids, your assets, your position, your possession, and each and everything by the grace of God. ആ കൃപയുടെ മനസ്സ് മാറിക്കഴിയുമ്പോഴാണ് ഐ മൈ നെബൂഖദ്നേസറിന്റെ ഫിലോസഫി കയറി വരുന്നത്. ഞാൻ എൻ്റെ ധനമഹത്വത്തിനായി പണിത, ഞാൻ ചെയ്ത എല്ലാം ഞാൻ. അവോയ്ഡ് ദാറ്റ് വേർഡ്. Praise God. പൗലോസ് പറഞ്ഞത്, I can do all things through Christ who strengthens me. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എവിടെ സക്സസ് ആയാലും, എല്ലാം ദൈവത്തിന് നിങ്ങൾ ഗ്ലോറി കൊടുക്കുക, ദൈവത്തിന് ഹോണർ കൊടുക്കുക. നോക്കുക, അപ്പോൾ പൊളിഞ്ഞത് പണിയാൻ, അല്ലെങ്കിൽ ശത്രു പൊളിച്ചത് പണിയാനുള്ള ഒരു കോളിങ് തൻ്റെ മേൽ ഉണ്ടായി എന്ന് താൻ മനസ്സിലാക്കി. മേക്ക് ഷുവർ ദിസ് മോർണിംഗ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത്, എസ്പെഷ്യലി ഇംഗ്ലണ്ടിലുള്ളവരോട് ഞാൻ പറയാം, ഏതാണ്ട് എൻ്റെ അറിവിൽ 360-ലധികം പള്ളികൾ ഇപ്പോൾ ബാറാണ്. Praise God. ഭയാനകമായ, അല്ലെങ്കിൽ മിഷണറിമാരെ അയച്ചുകൊണ്ടിരുന്ന ആ രാജ്യത്ത്, Praise God, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവാലയങ്ങൾ ഇന്ന് പലരുടെയും ആലയങ്ങൾ മറ്റ് മതസ്ഥരുടെ കയ്യിലാണ്, ഇസ്ലാമിന്റെ കയ്യിലാണ്. കൂറ്റൻ പള്ളികൾ ബാറുകളായി മാറി. ശത്രു പൊളിച്ചു കളഞ്ഞു. Praise God. ഓ ജീസസ്. കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, എലിസബത്തിനോട് പറയുന്നു, ജയ്മോനോട് പറയുന്നു,
സ്തോത്രം. UK തന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ശത്രു പൊളിച്ചതിനെ നിങ്ങൾ പണിയാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വാസത്തോടെ പറയണം, യെസ് ലോർഡ്, ലെറ്റ്സ് UK റിട്ടേൺ ടു ഗാഡ്. ദൈവമേ, ഈ UK എന്നെ കൊണ്ടുവന്നത് മതിൽ കെട്ടാനാണ്, ഇടിവിൽ നിൽക്കാനാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അഞ്ജനോട് ഞാൻ പറയുന്നു, ജിക്സനോട് പറയുന്നു, ആമേ, വർഷങ്ങൾക്ക് മുമ്പ്, 200 വർഷങ്ങൾക്ക് മുമ്പ് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ഓസ്ട്രേലിയയെ കുറിച്ച് പ്രവചിച്ചു. പ്രൈസ് ഗോഡ്. 6 വർഷത്തിന് മുമ്പ് ഞാൻ ഓസ്ട്രേലിയ വന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ റോബിൻ പറയാനിടയായി തീർന്നു. കാൻബറയിലുള്ള അവിടെ ഒരു വിഗിൽസ്വർത്ത് ദൈവദാസൻ പ്രവചിച്ചു, എൻഡ് ടൈം റിവൈവൽ ഓസ്ട്രേലിയയിൽ നിന്നുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പെൻഡ്രേത്ത്, അജു കുടുംബം ഇപ്പോൾ താമസിക്കുന്ന പെൻഡ്രേത്ത് ഞാൻ വന്ന് 2 മീറ്റിങ്ങിന് പ്രസംഗിച്ചതാണ്. സ്തോത്രം. എനിക്ക് നിങ്ങളോട് കർത്താവിൽ ഓർപ്പിച്ചുണർത്താനുള്ളത്, ഒരിക്കൽ നോബഡീസ് ലാൻഡ് എന്ന് പറഞ്ഞ ആ ഓസ്ട്രേലിയയിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോയെങ്കിൽ കണ്ടിന്യൂസ് ടു പ്രേ എന്ന് ഞാൻ ഓർക്കുന്നു. എന്നാലും മിഷണറി കുഞ്ഞുങ്ങളായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചന ഞാൻ ഓർക്കുന്നു. സ്തോത്രം. സോ കണ്ടിന്യൂസ് ടു പ്രേ. ദൈവത്തിനൊരു പർപ്പസ് ഇല്ലെങ്കിൽ നിങ്ങളെ ആരെയും ഇന്ന് ആക്കിയിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ആമേൻ, ആമേൻ. എനിക്ക് ജിബിയോടും ടോമാച്ചനോടും പറയാനുള്ളത്, മിഡിൽ ഈസ്റ്റിൽ ആമേ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ, ആർക്കിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാൽ ധാരാളം ദൈവാലയങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അതെല്ലാം കയറി, അതിനെ നശിപ്പിച്ച്, അതിനെ തകർത്ത് കളഞ്ഞെടുത്ത് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ, ഞാൻ UAE വന്നപ്പോൾ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. നമുക്കറിയാം, 10,000-കണക്കിന് ദൈവമക്കൾ അവിടെ ഉണ്ട്. 100 കണക്കിന് ആരാധന ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. UAE ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? സ്വാതന്ത്ര്യത്തോട് ദൈവവചനം എടുത്തുകൊണ്ട് നടക്കുവാൻ അവിടെയുള്ള രാജാക്കന്മാർ അനുവാദം കൊടുക്കുന്നു. പല രാജാക്കന്മാരുടെയും സ്തോത്രം ഉപദേഷ്ടാക്കന്മാര് ദൈവമക്കളാണ്. പ്രൈസ് ലോർഡ്. എൻ്റെ അറിവ് ശരിവെങ്കിൽ ഷാർജയിലെ ഭരണാധികാരിയുടെ എല്ലാ കാര്യങ്ങളുടെയും മെന്ററിങ് ചെയ്യുന്ന ഒരു ദൈവവേദിലാണ്. ഞങ്ങൾ ഈ പാർക്കുന്ന ഈ വീട്, അവിടെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ UAE ചീഫ് അഡ്വൈസറുടെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്, റെന്റ്. അപ്പോൾ അദ്ദേഹം ഒരു ദൈവവേദിലാണ്, അദ്ദേഹം ഒരു പ്രവാചകനാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം ഓരോ സ്ഥലങ്ങളിലും ദൈവം തന്റെ മക്കളെ ആക്കി വെച്ചിരിക്കുന്നു. എന്തിനാണ്? there is a wonderful plan. രാജകൊട്ടാരത്തിൽ നെഹമ്യാവിനെ കൊണ്ടാക്കി വെച്ചതിന്റെ പിറകിലുള്ള ദൈവോദ്ദേശം വേറെ ഒന്നുമല്ല, ശത്രു പൊളിച്ചതിനെ പണിയാൻ ഞാൻ നിന്നെ എലക്ട് ചെയ്തിരിക്കുക. ആമേൻ. 2.5 കിലോമീറ്റർ ഏകദേശം ചുറ്റളവുള്ള, 2.5 മൈൽ ചുറ്റളവുള്ള ഈ കൂറ്റൻ മതിൽ പണിയാൻ, രാജസന്നിധിയിൽ വെള്ളമെടുത്തു കൊടുക്കുന്ന നിന്നെ ഞാൻ ഉപയോഗിക്കുമെന്ന് ദൈവം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് യെരൂശലേമിന്റെ തകർച്ചയുടെ ന്യൂസ് കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ താൻ കരയാൻ ആരംഭിച്ചത്. എന്നീ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, പ്രാർത്ഥനയാൽ ചെയ്യാൻ കഴിയുന്ന അത്ര മറ്റൊന്നിനാലും ചെയ്യാൻ കഴിയത്തില്ല. പ്രാർത്ഥനയാൽ നേടുവാൻ കഴിയുന്നത്ര മറ്റൊന്നിനാലും നേടാൻ കഴിയത്തില്ല. പ്രാർത്ഥനയാൽ പ്രാപിക്കാൻ കഴിയുന്നതിന്റെ അത്രയും മറ്റൊന്നിനാലും പ്രാപിക്കാൻ കഴിയത്തില്ല. സോ സ്പെൻഡ് യുവർ ടൈം ഇൻ പ്രയർ. Spend your time with Almighty God. Talk with Jesus always. നിങ്ങളുടെ ജോലിയിലായാലും, നിങ്ങളുടെ ഫാമിലി ലൈഫിലായാലും, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലായാലും ആ കർത്താവിനോട് കൂടെ നിങ്ങൾ എപ്പോഴും നടക്കുക. ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുക, ദൈവത്തിൽ നിന്ന് ചാർജ് ആകുക, ദൈവത്തിന് വേണ്ടി
കത്തി ജ്വലിക്കുന്ന വിളക്കുകളായി മാറുക. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നവൻ ഒരു ദേശത്തുണ്ടെങ്കിൽ കല്ലുകളുടെ വലിപ്പമൊന്നും നോക്കി നെഹമ്യാവിന്റെ ഉള്ളിൽ ഭയം കയറിയില്ല. ടഫ് എന്ന് തോന്നുന്നതൊക്കെ ഈസി ആയിട്ട് തോന്നാൻ പ്രാർത്ഥനയുടെ ശക്തിക്ക് കഴിയും കേട്ടോ. നിങ്ങളെ ചില സെക്ടറിൽ ഇടുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷനിൽ ചില ഹാർഡായിട്ടുള്ള ആളുകളെ കണ്ടെന്ന് വരും. അഡമന്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്തെന്ന് വരും. ക്രുക്കിഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ചിലപ്പോൾ ടീം വർക്കിൽ നിങ്ങൾ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ ക്യാരക്ടർ ഉള്ളവരുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡീൽ ചെയ്യേണ്ടി വരും. പക്ഷേ ഇഫ് യു ആർ എ മാൻ ഓഫ് പ്രയർ, ഇഫ് യു ആർ എ വുമൺ ഓഫ് പ്രയർ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് കൃപ തരും. ചേർന്ന് രാമയും പറഞ്ഞു. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ചുറ്റും ശത്രുക്കൾ ഉണ്ട്. ഇത് പോരാടി യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ ഇത് പണി ഒക്കത്തുള്ളൂ. വധഭീഷണി ഇതിന്റെ പുറകിൽ വരുന്നുണ്ട്. വ്യാജ പ്രവചനം വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആളുമില്ല. നമ്മൾ പിന്നാലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പ്രമാണിമാരായവരോ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കാനുള്ള റെസ്പോണ്ടബിൾ പേഴ്സൺസ് ഒക്കെ അവർ ഇഗ്നോർ ചെയ്തു. ഇനിയിപ്പം അവിടെ കിടക്കട്ടെ. മനസ്സിലായോ? നമ്മൾ ഇതിനകത്തൊന്നും കാര്യമായിട്ട് ഇടപെടണ്ട, അതവിടെ കിടന്നോട്ടെ. ഓ ജീസസ്. ഇലക്ട് ചെയ്തവർ ദൈവത്തിന്റെ വേലയെ ഇഗ്നോർ ചെയ്തെന്നല്ലേ അതിനർത്ഥം. സൗരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ട നീ ആ പ്രൊഫഷനോടൊപ്പം ദൈവത്തിനു വേണ്ടി തിളങ്ങണ്ട നീ മൗനമായിരുന്നാൽ ദൈവം ഒരു നെഹമ്യാവിനെ കൊട്ടാരത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അത് എസ്തേറിനോടുള്ള ബന്ധത്തിൽ മൊർദെഖായി പറയുന്നുണ്ട്. ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് ഒരു ഉദ്ധാരണം എവിടെ നിന്നെങ്കിലും ഉണ്ടാകും. ബട്ട് യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി പെരിഷ്. നീ നിന്റെ ഗ്രഹവും നശിച്ചു പോകും. എന്നിട്ട് താൻ കൂട്ടിച്ചേർക്കുന്നു, ഇതിനായിട്ടല്ലയോ ഈ സ്ഥാനത്ത് നീ ആയിരിക്കുന്നത് ആർക്കറിയാം. സ്വജനത്തിന് അനുകൂലവാദിയായിരുന്ന മൊർദെഖായി വാസ് എ മാൻ ഓഫ് പ്രയർ. പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അവൻ രട്ടുടുക്കുന്നവനായിരുന്നു, വെണ്ണീറിലിരിക്കുന്നവനായിരുന്നു, സ്വജനത്തിന് വേണ്ടി കരയുന്നവനായിരുന്നു. ഓ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ താഴ്മയോട് കർത്താവിൽ നിങ്ങളെ ഓർപ്പിച്ചുണർത്തട്ടെ. നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ നെഞ്ചത്ത് കരം വെച്ചിട്ട് പറയാമോ, യെസ് ലോർഡ്, ഹിയർ ആം ഐ, ഹിയർ ആം ഐ, ഹിയർ ആം ഐ. ദൈവമേ, അടിയനിതാ. സ്തോത്രം. ദൈവത്തിന്റെ ടൈമിന് ചിലത് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുമ്പോൾ ആ ശബ്ദവും ആ നിയോഗവും കേട്ടിട്ടില്ലാത്ത ഒരാളോട് നിങ്ങളൊരു ഒപ്പീനിയൻ ചോദിക്കരുത്. അവൻ ഒറ്റക്കല്ലിന്റെ വലിപ്പം മെഷർ ചെയ്തിട്ട് പറയും, ജയ്മോനെ ലീവ് ഇറ്റ് ദാറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യും. കാരണം പ്രാർത്ഥിക്കാത്ത ഒരുവനോട് പ്രാർത്ഥിക്കുന്നവൻ ഒരു കാര്യം പറഞ്ഞാൽ അവരുടെ ഐ ബ്ലൈൻഡ് ആണ്. അവരുടെ ഉള്ളിൽ ദൈവം എൻകൗണ്ടർ കൊടുത്തിട്ടില്ല, ഇൻസ്പിറേഷൻ കൊടുത്തിട്ടില്ല, അവരെ ദൈവം ഉണർത്തിയിട്ടില്ല, അവരെ ദൈവം നിയോഗിച്ചിട്ടില്ല, അവർക്ക് വിഷൻ ഇല്ല, അവർക്ക് മിഷൻ ഇല്ല, അവർക്ക് ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല. സോ അണ്ടർസ്റ്റാൻഡ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഡയറക്റ്റ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ വചനധ്യാന സമയത്ത് നിങ്ങൾ
നിങ്ങളോട് ദൈവം പേഴ്സണലി ഇടപെടുന്ന സമയത്ത് പരിശുദ്ധാത്മ ഒരു കാര്യം കൺഫേം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ എവർ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നിങ്ങൾ മനസ്സ് വയ്ക്കരുത്. അത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. അബ്രഹാം ദൈവശബ്ദം കേട്ടു, അയൽവാസിയോട് ചോദിച്ചില്ല ഇത് ദൈവശബ്ദം വല്ലതും ആണോ. മോശയോട് ദൈവം സംസാരിച്ചു, മോശ മറ്റൊരാളോട് ചോദിച്ചില്ല, ഇത്രോവിനോട് പോയി ചോദിച്ചില്ല ഇത് ദൈവശബ്ദമാണോ. ഹലോ, ശൗമേൽ ദൈവശബ്ദം കേട്ട് ദാൻ മുതൽ ബേർശേബ വരെ കർത്താവിന് വേണ്ടി ശോഭിച്ചു. താൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചില്ല. Make sure this morning, praise God, in the mighty name of Jesus, ഈ 40 days പ്രയറിന്റെ 3ാമത്തെ സെഷനിൽ ദൈവാത്മാവ് നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചതിൽ ഉറയ്ക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടതിൽ ധൈര്യപ്പെടുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ച കാര്യത്തിൽ നിങ്ങൾ ഉറയ്ക്കുക. ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. നിങ്ങളുടെ സറൗണ്ടിങ് മുഴുവൻ നെഗറ്റീവ് എനർജി ആയിരിക്കും തരുന്നത്. നിങ്ങളുടെ സറൗണ്ടിങ് മുഴുവൻ നിങ്ങളെ നോവിക്കുന്ന ശബ്ദങ്ങളായിരിക്കും. നിങ്ങളിലുള്ള പദ്ധതികളെ നടക്കത്തില്ല എന്ന് ഡേ ആൻഡ് നൈറ്റ് കിട്ടുന്ന മെസ്സേജ് ആയിരിക്കും. ബട്ട് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഉറക്കുക. ഇന്നലെ രാത്രി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വാത്സല്യ അശ്വിനുമോൻ എന്നെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിങ്ങിലൊക്കെ ഫോണിലാണ്, ഇടയ്ക്കിടയ്ക്ക് കട്ടായിപ്പോ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് കാണാമായിരുന്നു എന്ന് വിചാരിച്ച് അവർ ദൈവസന്നിധിയിൽ ഒന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ലാപ്ടോപ്പ് കൊണ്ട് കർത്താവ് അവർക്ക് കൊടുത്തത്. ശരിയും രശ്മി അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്. അവർ ഈ അടുത്ത കാലത്താണ് ഞാൻ അവരെ സ്നാനപ്പെടുത്തിയ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിലേക്ക് വന്ന കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. ഹൗ ഗോഡ് പ്രൊവൈഡിങ്, ഹൗ ഗോഡ് ഗൈഡിങ്. ദൈവത്തിന്റെ പാദപീഠത്തിൽ നാം ഒരു വിഷയം പറയുമ്പോൾ, നമ്മുടെ ഉള്ളം ദൈവത്തിനെ പകരുമ്പോൾ എത്രമാത്രം അത് മോണിറ്റർ ചെയ്ത് സെൻസ് ചെയ്ത്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നീ അറിയാത്ത ഒരു വാക്ക് പോലും എന്റെ നാവിന്മേലില്ല. Praise God. Praise God. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിയുക, തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തനിക്ക് റിവീൽ ചെയ്യപ്പെട്ട ട്രൂത്ത് എന്തായിരുന്നു? ഒരു പുനർനിർമ്മാണ പദ്ധതിക്കായി കർത്താവിനെ വിളിച്ചിരിക്കുന്നു. ആക്ച്വലി ഇത് പണിയുന്നതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ തനിക്കില്ല. പക്ഷേ തൻ്റെ മനസ്സിനകത്തൊരു ആഗ്രഹം വന്നു പ്രാർത്ഥനാ മുറിയിൽ. ഏതാണ്ട് ഒരു 4 മാസത്തോളം താനിങ്ങനെ പ്രയറിലായിരുന്നു എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. താനെ 4-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞത് എന്തെന്നാൽ, what he can do. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയല്ല ഇവിടെ ആവശ്യം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചതുപോലെ, കരയാൻ കണ്ണ് ദൈവം തന്നിട്ടില്ലേ? മടക്കാൻ മുട്ടു ദൈവം തന്നിട്ടില്ലേ? സ്നേഹിക്കാൻ ഹൃദയം ദൈവം തന്നിട്ടില്ലേ? സോ പ്രേ, kneel, praise God, love the people, accept. യേശു എല്ലാവരെയും അംഗീകരിച്ചതുപോലെ, യേശു എല്ലാവരെയും സ്നേഹിച്ചതുപോലെ, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരിക. Praise God. ഇനി നമ്മൾ താഴോട്ട് മനസ്സിലാക്കുന്ന കാര്യം 5-ാം വാക്യത്തിൽ ഒരാൾ വായിക്കാമോ? Praise God. 5-ാം വാക്യം, നെഹമ്യാവിന്റെ പുസ്തകം. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ. പ്രാർത്ഥനയിലുള്ള വാക്കുകൾ ദൈവത്തിന്റെ ലോയിൽ നിന്നും എടുത്ത വാക്കുകളാണ്. ദൈവത്തിന്റെ വചനത്തെ ബേസ് ചെയ്തുള്ള പ്രയർ ആയിരുന്നു. തന്റെ പ്രാർത്ഥനയിൽ താൻ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമായ യഹോവേ. തന്റെ കണക്ഷൻ ഹെവനുമായിട്ടാണ്. ചില ആളുകൾ ദേഷ്യപ്പെടും, പറയും വാട്ട് എ ഹെൽ. തിരിച്ചു പറ, വാട്ട് എ ഹെവൻ. Praise God.
നമുക്കറിയാം യൂറോപ്പിലും യുഎസിലും പല സ്ഥലങ്ങളിലും ഉള്ളവർ ദൈവമക്കളല്ലാത്തവരെല്ലാം മോശമായ വാക്കുകൾ ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കും. പണ്ടൊരു അമ്മച്ചിയുടെ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും പച്ചത്തറി പറയുന്ന ഒരു അമ്മച്ചി രക്ഷിക്കപ്പെട്ടു. ഈ കോഴി അടുക്കളയിൽ കയറിയാൽ അമ്മച്ചി ചീത്ത വിളിച്ച് ഓടിക്കത്തുള്ളായിരുന്നു. പക്ഷേ അമ്മച്ചിക്ക് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ കോപം വന്നാലും അമ്മച്ചി ഗ്ലോറി ഗ്ലോറി എന്നേ പറയത്തുള്ളായിരുന്നു. ഒരുവനിൽ വരുന്ന സ്വഭാവ മാറ്റങ്ങൾ യേശുക്രിസ്തുവിലാകുമ്പോഴേ പുതിയ സൃഷ്ടിയാകൂ. പഴയ സ്വഭാവങ്ങൾ എന്തെങ്കിലും നമ്മളിൽ എഴുന്നേറ്റ് വരുന്നെങ്കിൽ നിങ്ങൾ ദൈവസനെ കരയണം. കാരണം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പഴയ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ വെരി കെയർഫുള്ളി നമ്മുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ കർത്താവ് പുതിയ സൃഷ്ടിയാക്കി മാറ്റിയെടുത്തത് ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. അപ്പൊ എവരിതിങ് ഇൻ ക്രൈസ്റ്റ് ആണെന്ന് ഓർത്തോണം. അങ്ങനെയുണ്ടെങ്കിൽ എവരിതിങ് ത്രൂ ക്രൈസ്റ്റേ വരാവൂ, എവരിതിങ് ഫോർ ക്രൈസ്റ്റേ വരാവൂ. പ്രൈസ് ലോർഡ്. ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനാലാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. അതെല്ലാം ക്രിസ്തുവിലേക്കാണ് ചെയ്യേണ്ടത്. സ്തോത്രം. അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്നത് ഒരു പുനർനിർമ്മാണത്തിനുള്ള നിയോഗം പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശത്രു പൊളിച്ചതിനെ പണിയാനായി പ്രാർത്ഥനാ മുറിയിൽ തനിക്കൊരു നിയോഗം കിട്ടുന്നു. ലേറ്റായിട്ട് കയറിയവർക്ക് വേണ്ടി പറയുന്നു, യെരുശലേമിന്റെ മതിൽ സാധാരണ നമ്മുടെ 4-5 കട്ടയം കൊണ്ട് വീട്ടിന് ചുറ്റും കെട്ടുന്ന ഒരു മതിലല്ലിത്. 8 അടി 8.2 ഫീറ്റ് വീതിയുള്ള 8.25 അടിയോളം വീതിയുള്ള ഒരു മതിലാണ്. 4018 മീറ്റർ ചുറ്റളവുള്ള ഒരു കൂറ്റൻ മതിൽ. സ്തോത്രം. 39 അടി ഉയരമുള്ള കൂറ്റൻ മതിൽ. അതാണ് പൊളിഞ്ഞു പോയത്. 34ഓളം കൊത്തളങ്ങളുള്ള അല്ലെ കാവൽ മാടങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ 34 വാച്ച് ടവർ ഉള്ള ആ മതിലാണ് പൊളിഞ്ഞു പോയത്. പ്രധാനപ്പെട്ട 7 കവാടങ്ങളുള്ള വലിയ വാതിലുകളുള്ള ആ മതിലാണ് പൊളിഞ്ഞു പോയത്. കർത്താവേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് മഹത്തായ മിനിസ്ട്രിയുടെയും തുടക്കം പ്രാർത്ഥനയാണ്. നമ്മുടെ 40 ഡേയ്സിന്റെ പ്രാർത്ഥനയുടെ 3ാമത്തെ സെഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനായി മാറുക. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകളായി മാറുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെയുടെ ദിവസങ്ങളിൽ പറയട്ടെ, എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്ന, മുഴങ്കാലിൽ കരയുന്ന ഒരു മമ്മിയാണ്. എൻ്റെ പപ്പ ദൈവസേനയിൽ മുട്ടുമടക്കുന്ന ഒരു പപ്പായാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റിലേക്ക് തിരിഞ്ഞാൽ അവരുടെ മനസ്സിൽ ചൂണ്ടൽ കൊളുത്തുപോലെ പിടിച്ചിട്ട് പറയും, മമ്മി മുട്ടയിലിരിക്കുന്നത് ഓർത്തോണം. അവളുടെ കാതിൽ ദൈവം ഇടപെടും. നിന്റെ പപ്പ കരയുന്ന ഒരു പപ്പയാ ദൈവസേനയിൽ, ഓർത്തോണം. നീ സൂക്ഷിച്ചേ സ്റ്റെപ്പ് വയ്ക്കാവൂ. ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലം അടക്കുന്നതും നിങ്ങൾ ദൈവസേനയെ കരയുന്നതും കാണട്ടെ. ഇവിടെ 1.5 വയസ്സുള്ള ഒരാളുണ്ട്, ഒരു കൊച്ചുമോള്. സ്തോത്രം. എപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നാലും തുണി തലയെ കൊണ്ടുവന്നിട്ട് വെച്ച് അപ്പാ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കരയും. ആ കണ്ണൊക്കെ നിറയുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. എന്താ? നമ്മൾ കരയുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും കുഞ്ഞ് കാണും. തെറി പറയുന്ന ഒരു വീട്ടിലാണേലോ ആ കുഞ്ഞ് തെറി പഠിക്കും. ഫൈറ്റ് ചെയ്യുന്ന പേരൻസ് ആണോ ഉള്ളത്, കുഞ്ഞുങ്ങൾ ഫൈറ്റിങ് മനസ്സിലാക്കും. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ വിദ്യാഭ്യാസം കിട്ടുന്നത് പേരൻസിൽ നിന്നാണ്. നിങ്ങളുടെ വീടാണ് കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് സ്കൂൾ എന്നുള്ള കാര്യം ഓർത്തോണം. സോ വെരി കെയർഫുൾ. പ്രൈസ് ഗോഡ്. അപ്പോൾ താനെ ആദ്യം ചെയ്തത്
താൻ അറിഞ്ഞ വിവരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ പ്രാർത്ഥനകളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കുന്നത്. 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ തൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്കൊന്ന് വായിച്ച് ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ സംബടി നമുക്ക് വായിക്കാം. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാവങ്ങളെ ഏറ്റു പറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചു മതി. അത്രയും ഭാഗം തൽക്കാലം നമുക്ക് ഒന്ന് ചിന്തിക്കാം. അവിടെ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ ദൈവവചനത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് 5-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവമായ യഹോവേ, തൻ്റെ ഉള്ളിൽ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണോ അവിടെ ഉള്ളത്? സ്വർഗത്തിലെ ദൈവമായ യഹോവേ. പണ്ടൊരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞ്, പണ്ട് എനിക്ക് ഒരു കൊട്ട ദൈവങ്ങൾ ഉണ്ടായിരുന്നു, കാശിന് കൊള്ളത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒറ്റ ദൈവമുള്ളൂ, എല്ലാത്തിനും മതിയായ ദൈവം. നോട്ട് സോ മെനി യൂസ്ലെസ് ഗോഡ് ബട്ട് വൺ ഓൾമൈറ്റി ഗോഡ്. ആമേൻ. സ്വർഗത്തിലെ ദൈവം, ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അവൻ സർവശക്തനാണ്. ദൈവത്തിന്റെ പ്രത്യേകത അവിടുന്ന് നിത്യനാണ്. ദൈവത്തിന്റെ പ്രത്യേകത അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല. അവിടുന്ന് ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ. അവിടുന്ന് മഹാദൈവം, അവിടുന്ന് നിത്യദൈവം. അവിടുന്ന് കരം നീട്ടിയാൽ അത് തിരിച്ചു മടക്കാൻ ആർക്കും കഴിയില്ല. അവിടുന്ന് ഒരു ഡോറ് തുറന്നിട്ടാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ആമേൻ. ദൈവം അടച്ചാൽ ഈ ലോകം മുഴുവൻ അത് ഓപ്പൺ ചെയ്യാൻ നോക്കിയാലും അത് തുറക്കാൻ പറ്റില്ല. അവിടുന്ന് അനാദിയായ ശാശ്വതമായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. തന്റെ കരത്താൽ മെനഞ്ഞെടുത്ത സർവശക്തനായ ദൈവത്തോട് നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമേ. ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ. സൗരങ്ങളെ, ഈ കണക്ഷൻ കട്ടായാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ കിട്ടത്തില്ലെന്ന് ഓർത്തോണം. നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും ദൈവിക ബന്ധം മുറിഞ്ഞു പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. ചിലപ്പോൾ 50 സെന്റിന്റെ ഒരു കാര്യത്തിനായിരിക്കും, ഞാൻ ലാൻഡിന്റെ കാര്യമല്ല പറയുന്നത്, മണിയുടെ കാര്യമാണ് പറയുന്നത്, അല്ലെ $1 കാര്യത്തിനായിരിക്കും, അല്ലെ അര പൗണ്ടിന്റെ കാര്യത്തിനായിരിക്കും വീട്ടിലെ പ്രശ്നം. ഒരു ടിഷ്യൂവിന്റെ വിഷയത്തിലായിരിക്കും പ്രശ്നം, അല്ലെ ഒരു ഗ്ലാസിന്റെ വിഷയത്തിലായിരിക്കും ഒരു പ്രശ്നം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് പിശാച് തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്ത് 25 പൈസയുടെ ഒരു വിഷയത്തിന് ഒരു കൊലക്കേസ് നടന്നു. കാര്യം 25 പൈസയുടെ ചില്ലറ വിഷയമായിരുന്നു. പക്ഷെ സംഗതി മൂത്ത് വന്നപ്പോഴത്തേന് വഴക്കായി, ബഹളമായി, വലിയ പ്രശ്നങ്ങളായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊലപാതകത്തിലേക്ക് പോയി. ചില തർക്കങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കണ്ണടച്ച് കളയുക. നിങ്ങൾ എല്ലാത്തിനും മറുപടി പറയാൻ പോകരുത്. നിങ്ങൾ ആദ്യം ഓർക്കണം, നിങ്ങളൊരു ദൈവ പൈതലാണ്. എൻ്റെ മേലൊരു വിളിയുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ദൈവവുമായി ബന്ധമുള്ളവനാണ്. എൻ്റെ കർത്താവിന് പ്രയാസം വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ദൈവകൃപ നഷ്ടപ്പെടാൻ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളോടൊപ്പം കർത്താവ് ഉണ്ടെങ്കിൽ എന്ത് നഷ്ടത്തിനും ദൈവ ഉത്തരവാദിയായിരിക്കും. കർത്താവിന് എത്ര സമയം വേണം നിങ്ങൾക്കൊരു ഡോറ് തുറക്കാൻ? ഒരു നിമിഷം കൊണ്ട് കടല് പിളർത്തി ജനലക്ഷങ്ങൾക്ക് വഴി തുറന്ന ദൈവം നിങ്ങൾക്കൊരു വഴി തുറക്കത്തില്ലേ? 40 വർഷം ആകാശത്തിൽ നിന്ന് എല്ലാ ദിവസവും ഫുഡ് കൊടുത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതത്തില്ലേ? 7-ാമത്തെ ദിവസം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാളെ നിങ്ങൾ പറക്കാൻ പോകണ്ട, ഞാൻ ഈ 6-ാമത്തെ ദിവസം നിങ്ങൾക്ക് ഡബിൾ പോർഷൻ ഇട്ടോളാം. നാളെ നിങ്ങൾ എന്നെ ആരാധിക്കുന്ന ദിവസവും ദൈവം വർക്കിംഗ് ആയിട്ട് ദൈവം കണക്ക് ചെയ്തിട്ട് നേരത്തെ അവർക്കുള്ള കൂലി കൊടുത്തു. നമ്മൾ ചിലപ്പം 2-3 സ്ഥലം എടുത്ത് വർക്ക് ചെയ്താലും നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാതെ വരും. പക്ഷെ ഞാൻ പറയുന്നു, ദൈവസന്നിധി സമയം ചെലവഴിച്ച് നോക്കി, നിങ്ങളുടെ അനാവശ്യമായ എക്സ്പെൻസുകളെ എല്ലാം ദൈവം ക്യാൻസൽ ചെയ്യും. നിങ്ങളുടെ നന്മ ചോർന്നു പോകുന്ന ഡോറുകളുടെ
ആ വാതിലുകളെ മുഴുവൻ ദൈവം അടയ്ക്കും. നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന വചനം നിവർത്തിയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളെ സ്റ്റീൽ ചെയ്യുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ കർത്താവിന് കഴിയും. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. യെസ് ലോർഡ്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈസ് ഗോഡ്. പണ്ട് DL മോഡി ഒരു സ്ഥലത്ത് സ്കൂളിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങളെ എത്ര പേര് വിശ്വസിക്കുന്നു our God is great? അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും കൈപൊക്കിയപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് കൈ പൊക്കിയില്ല. ആ കുഞ്ഞ് മുന്നിൽ നിൽക്കുക. ഇത്രയും വലിയ ദൈവം എന്ന് പറഞ്ഞപ്പോ കുഞ്ഞ് പറഞ്ഞു നോ 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 നോ. അപ്പോൾ മൂടി ആ കുഞ്ഞിനെ അടുത്ത് ചോദിച്ചിട്ടും, മോനെ ഗോഡ് ഇസ് ഗ്രേറ്റ് റൈറ്റ്? പറഞ്ഞു നോ 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 നോ, മൈ ജീസസ് ഈസ് സോ സ്മാൾ because I am so small. Praise the Lord. ഞാൻ ചെറുതായതുകൊണ്ട് എൻ്റെ യേശു എൻ്റെ ഉള്ളിൽ ചെറുതായിട്ടായിരിക്കുന്നു. നോക്കുക, വലിയവർക്ക് വലിയവനായി ചെല്ലുന്ന ദൈവം, ചെറിയവർക്ക് ചെറിയവനായി തന്നെ ഉള്ളിൽ അധിവസിക്കാൻ ഇറങ്ങി ചെല്ലുന്ന ദൈവം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നാം കൈക്കൊണ്ടിരിക്കുന്ന കർത്താവ് എല്ലാത്തിൻ്റെ മീതെ സുപ്രീം അതോറിറ്റി ഉള്ളവനാണെന്ന് പറയണം. ഇവിടെ എല്ലാം ബെഞ്ചേ ഉള്ളൂ. ഏത് കോടതിയും ബെഞ്ചാണ്. എന്നാൽ വചനത്തിൽ വായിക്കുന്നു, ഉന്നതന്മാരുടെ മേൽ ഒരു ഉന്നതനും അതിന്റെ മീതെ ഒരു അത്യുന്നതനുമുണ്ട്. നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്നത് ആ കൈകളിലേക്ക് കൊടുക്കുക. അതാണ് 5ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമം ദയ പാലിക്കുന്ന മഹാനും ഭയങ്കരനും. അപ്പൊ ഈ നെഹമ്യാവിന് മനസ്സിലായി, ഇസ്രായേലിന്റെ അഭിമാനമായ ആലയം പൊളിഞ്ഞു, മതില് പൊളിഞ്ഞു. അവരുടെ ദുരഭിമാനം യിരെമ്യാവിലൂടെ 24 വർഷം കണ്ടിന്യൂ ആയിട്ട് ദൈവശബ്ദം അറിയിച്ചു, റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ. അവർ ചോദിച്ചു, ഞങ്ങൾ എവിടെ തിരിച്ചു വരണ്ടിയേ? ഞങ്ങൾ യെരൂശലേമിൽ തന്നെ ഉണ്ടല്ലോ, പ്രോമിസ് ലാൻഡിലല്ലേ ഞങ്ങൾ താമസിക്കുന്നത്, പിന്നെ എവിടെയാ തിരിച്ചു വരേണ്ടത്? റിട്ടേൺ ടു മീ എന്ന് ദൈവം പറഞ്ഞപ്പോൾ പറഞ്ഞു, യഹോവയുടെ ആലയം ഞങ്ങളുടെ നടുവില, ഞങ്ങൾ പിന്നെ എവിടെ തിരിച്ചു വരണ്ടിയേ? ഞങ്ങൾ വാഗ്ദത്ത സന്തതികളാ, പിന്നെ എവിടെയാ തിരിച്ചു വരണ്ടിയേ? 50 വർഷത്തെ പെന്തക്കോസ്തിന്റെ പാരമ്പര്യം പറഞ്ഞിരിപ്പാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആർ യു ഇൻ ക്രൈസ്റ്റ്? അവനിൽ വസിക്കുന്നുണ്ടോ? അവനിൽ വസിക്കുന്നെങ്കിൽ അവന്റെ സ്വഭാവമേ വരൂ. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ 2 വീക്സ് ബാക്കിൽ അർമേനിയയിലായിരുന്നപ്പോൾ 60 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മുന്തിരിവള്ളിയുടെ അടുത്ത് നിന്ന് ഞാനൊരു വീഡിയോ എടുത്ത് ഞാൻ ഇട്ടായിരുന്നു. മോർ ദാൻ 60 ഇയേഴ്സ് പഴക്കമുള്ളതാണ്. ജീവിതത്തിൽ ഞാൻ അത്രയും പഴക്കമുള്ള മുന്തിരിവള്ളി കണ്ടിട്ടില്ല. ആ മുന്തിരിവള്ളിയുടെ മൂട് ഭയങ്കര വണ്ണമാണ്. ഓരോ വർഷവും അതിൻ്റെ ശിഖരങ്ങൾ മുറിക്കും. എന്തിനാ? പൊട്ടിക്കിളിക്കാൻ, പുഷ്ടിയോടെ പുറത്തു വരാൻ. ദൈവം നമ്മളെ ചെത്തുന്നെങ്കിൽ, നമ്മളെ വെടിപ്പാക്കുന്നെങ്കിൽ അതിനർത്ഥം കൂടുതൽ ഫലത്തിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കും. ഇനി നീ രുചിയുള്ളതായി തീരണം, ഇനി നീ പടർന്ന് പന്തലിക്കണം, ഇനി നിന്നിൽ നിന്ന് റിസൾട്ട് ദൈവത്തിന് വരണം. ഇവിടെ പറയുകയാണ്, അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തുന്നു, വെടിപ്പാക്കുന്നു, ക്ലെൻസ് ചെയ്യുന്നു, സാൻഡിഫൈ ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ എവരുടെ സാൻറ്റിഫിക്കേഷൻ നടക്കണം, എവരുടെ പ്യൂരിഫിക്കേഷൻ നടക്കണം. കർത്താവ് പറഞ്ഞു, ഇവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിൽ ശുദ്ധീകരണം പ്രാപിക്കാൻ കർത്താവിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, മിസ്റ്റേക്ക് ഉണ്ടോ? കർത്താവ് ചോദിച്ച എന്റെ പാപത്തെക്കുറിച്ച് നിങ്ങളിൽ ആരെനിക്ക് ബോധം വരുത്തും? നത്തിങ്. അങ്ങനെ ആയിട്ട് പോലും കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ശുദ്ധീകരിച്ചു എന്ന് വായിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തീർന്നു. പുത്രനായിട്ട് പോലും ഒരു കൺസേൺ ഒന്നും പിതാവ് കൊടുത്തില്ല. അനുസരണം പഠിച്ചു. എങ്ങനെ?
അനുഭവിച്ച കഷ്ടങ്ങളാണ്. നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന പെയിൻ, കുഞ്ഞുങ്ങളിലൂടെ വരുന്ന പെയിൻ, ഓഫീസിലൂടെ വരുന്ന പെയിൻ, സൊസൈറ്റിയിലൂടെ വരുന്ന പെയിൻ, ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അറിയാതെ വരുന്ന പെയിൻ, എന്തുമാകട്ടെ, നിങ്ങളുടെ പ്രൊഫഷനിൽ നിന്ന് വരുന്ന പെയിൻ, അത് നിങ്ങളെ ഷേപ്പ് ചെയ്യുക, നിങ്ങളെ ഷാർപ്പ് ചെയ്യുക. നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാമോ ദൈവത്തിന്? സ്തോത്രം. എന്താ പറയുന്നത്? അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ കഷ്ടത നമ്മളെ ടീച്ച് ചെയ്യാണ്. 119 സങ്കീർത്തനം 71 വാക്യം നിങ്ങൾ എടുത്തു വായിച്ചു നോക്കിയേ. എന്തെഴുതിയിരിക്കുന്നു? നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. കഴിഞ്ഞ രാത്രി നമ്മുടെ പ്രെയർ കഴിഞ്ഞതിന് ശേഷം വാത്സല്യ റൊണാൾഡിനെ വിളിച്ചു. ഒരു വലിയ അനർത്ഥത്തിൽ നിന്ന്, ആക്സിഡന്റിൽ നിന്ന് കർത്താവ് തൻ്റെ മക്കളെ വിടുവിച്ചു വന്നു. നോക്കുക നമ്മുടെ ദൈവത്തിന്റെ മഹത്വം. കർത്താവിന്റെ മക്കളെ പ്രാർത്ഥനയുടെ ഒരു വലയത്തിൽ, സ്തോത്രം, നമ്മളായിരിക്കുമ്പോൾ ഒരു വലിയ കവറിങ്, ഒരു പരിപാലനത്തിന്റെ, ഒരു സുരക്ഷിതത്വത്തിന്റെ ഒരു കവറിങ് നമ്മുടെ മേൽ ദൈവം തരുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ താൻ പറയുന്നു 5-ാം വാക്യം, സ്വർഗത്തിലെ ദൈവമായ യഹോവയെ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവം പരിപാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ യഹോവയെ. 6-ാം വാക്യത്തിൽ തൻ്റെ പ്രെയർ ടൈമിന്റെ ലെങ്ത് എത്രമാത്രം ഉണ്ട് എന്നാണ് 6-ാം വാക്യത്തിൽ കാണുന്നത്. ഒരാൾ വായിക്കാമോ? ജയ്മോൻ, റീഡ് ഇൻ ഇംഗ്ലീഷ് വേഴ്സ് 6. Let your ear be attentive and your eyes open to hear the prayer of your servant, that I now pray before you day and night. Day and night. നോക്കിയേ. അപ്പൊ താനൊരു വിവരം കേട്ടിട്ട് കുറച്ചുനാള് കരഞ്ഞു, കുറച്ചുനാൾ ഉപവസിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് തനിക്ക് മനസ്സിലായി, ദിസ് പ്രെയർ ലൈഫ് ഈസ് നോട്ട് ഇനഫ്. ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ സ്പിരിച്വാലിറ്റി? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരായാൽ നിങ്ങൾ അപകടത്തിലായി. നിങ്ങൾ വെളിപ്പാട് കാണുന്നവരായിരിക്കാം, പ്രവചിക്കുന്നവരായിരിക്കാം, അല്ലെ ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിലൊന്നും കാര്യമില്ല. അതെല്ലാം നടന്നേ പറ്റത്തുള്ളൂ. നല്ല ചക്കയ്ക്ക് മധുരം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. നല്ല മാങ്ങായ്ക്ക് മധുരം ഉണ്ടെന്ന് കേൾക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. തേങ്ങായ്ക്കകത്തും കരിക്കിനകത്തും അമ്മയും വെള്ളമുണ്ടെന്ന് കേൾക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഒരു ദൈവ പൈതലാണോ അതെല്ലാം നടന്നേ ഒക്കത്തുള്ളൂ. അത് നോർമൽ കാര്യങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മിറക്കിൾ നടക്കുന്നു, അതൊരു നോർമൽ കാര്യം. കാരണം നിങ്ങൾ ദൈവ കുഞ്ഞുങ്ങളാ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് നടന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥന ചലിപ്പിക്കുന്ന പ്രാർത്ഥനകളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഓ, വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അന്തരാത്മാവിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകട്ടെ. യെസ് ലോർഡ്, യെസ് ലോർഡ്, പ്രൈസ് ഗോഡ്. താൻ പറയുകയാണ്, ഡേ ആൻഡ് നൈറ്റ് പ്രേയിങ്, രാവും പകലും പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ അതിര് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ 3-ാമത്തെ സെഷൻ, 40 ഡേയ്സിന്റെ 3-ാമത്തെ സെഷനിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുന്നത്, പ്രാർത്ഥനയുടെ തലം കുറെ കൂടെ പവർഫുൾ ആക്കി മാറ്റുക. കണ്ണുനീരോട് സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴും, ഞാൻ പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കാറുള്ളത്. സ്തോത്ര സ്തോത്ര സ്തോത്രം. അന്നേരം ആരും വണ്ടിയെ കാണത്തില്ലല്ലോ. നമുക്കങ്ങ് അലറി കരയാം, നിലവിളിച്ച് കരയാം. ആ സമയത്ത് ആ വണ്ടിക്കകത്ത് ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം എനിക്ക് ഭയങ്കരമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഹംബ്ലി റിക്വസ്റ്റ് എവ്രിവൺ, പ്രൈസ് ഗോഡ്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നിറയുക. ഓ ജീസസ്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഓഫീസ് തുറന്ന് നിങ്ങൾ കയറിയ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ആ 2 കൈ ടേബിളിലോട്ട് വെച്ചിട്ട് ഹൃദയം കൊണ്ടൊന്ന് കരയണം. കർത്താവേ, ഈ സ്ഥലത്ത് എൻ്റെ ദൈവം എന്നെ കൊണ്ടിരുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഈ ഓഫീസിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം ദൈവഹിതമുള്ളത് മാത്രമേ നടക്കാവൂ. ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും എൻ്റെ ബോസ് എന്നോട് പറയരുത്.
പ്രൈസ് ഗോഡ്. ദൈവഹിതമില്ലാത്ത ഒരു കാര്യം എൻ്റെ കീഴിലുള്ള ലേബേഴ്സിന്റെ ഇടയിൽ നടക്കരുത്. ദൈവഹിതമില്ലാത്ത ഒരു കാര്യങ്ങളും കർത്താവെ എൻ്റെ ഫാമിലി ലൈഫിൽ ഉണ്ടാകരുത്. ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരരുത്. ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിലും ഞങ്ങളോ ഞങ്ങളുടെ തലമുറയോ ഞങ്ങളുടെ ഫെലോഷിപ്പോ ഇൻവോൾവ് ആകാൻ ഇടവരരുത്. കണ്ടിന്യൂസ് ടു പ്രേ. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയി നിങ്ങൾക്ക് മാറും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയുക. കർത്താവ് പ്രസംഗിക്കാനല്ല ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും, പിന്നെ താൻ പറയുന്നു, ഇസ്രായേൽ മക്കളായി ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയും. നോക്കുക, ജനം ചെയ്ത പാപം നെഹമ്യാവ് അങ്ങ് ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. ചില സമയങ്ങളിൽ നിങ്ങളുടെ കണ്ണുനീർ ചിലരുടെ ന്യായവിധികളെ മാറ്റും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. സ്തോത്രം. 106 സങ്കീർത്തനം 23 വാക്യം ഒന്ന് വായിച്ചേ. 106 സങ്കീർത്തനം 23 വാക്യം. അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃദ്ധനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം ഡിക്ലയർ ചെയ്തു, ഡിസൈഡ് ചെയ്തു, ഞാൻ ഇവരെ നശിപ്പിക്കും, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കാന്ന് പറഞ്ഞു. താൻ വീണ് കിടന്ന് കരയുക. അപ്പൊ എന്താ പ്രാർത്ഥനയുടെ തലം? പ്രാർത്ഥനയിൽ താൻ ഉറ്റിരുന്നു. റോമാലേഖനം 12 അധ്യായം 12 വാക്യത്തിൽ കാണുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച്. എഫേസ്യ ലേഖനം 6 അധ്യായം 18 വാക്യത്തിൽ കാണുന്നു പ്രാർത്ഥനയിൽ നിങ്ങൾ സ്ഥിരത കാണിക്കണം. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 6 വാക്യത്തിൽ നമ്മൾ കാണുന്നു എല്ലാം പ്രാർത്ഥനയിൽ വയ്ക്കണം. കൊലോസ്യ ലേഖനം 1 അധ്യായം 9 വാക്യത്തിൽ കാണുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. അതുപോലെ കൊലോസ്യ ലേഖനം 4 അധ്യായം 12 വാക്യത്തിൽ നമ്മൾ കാണുന്നു എപ്പപ്രാസ് എന്ന് പറയുന്ന ഒരാള് പ്രാർത്ഥനയിൽ അവൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഞാൻ റെഫറൻസ് ഒന്നുകൂടെ പറയാം. റോമാലേഖനം 12 അധ്യായം 12 വാക്യം ഉറ്റിരിപ്പീൻ എന്നുള്ള അർത്ഥം വരുന്നു. എഫേസ്യ ലേഖനം 6:18 പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പീൻ എന്ന് കാണുന്നു. ഫിലിപ്പി ലേഖനം 4 അധ്യായം 6 വാക്യത്തിൽ എല്ലാ വിഷയത്തിനും പ്രാർത്ഥിക്കണം എന്ന് കാണുന്നു. കൊലോസ്യ ലേഖനം 1 അധ്യായം 9 വാക്യത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറയുന്നു. കൊലോസ്യ ലേഖനം 4 അധ്യായം 12 വാക്യത്തിൽ എപ്പപ്രാസ് നിരന്തരം പോരാടുന്നു, അതൊരു പ്രാർത്ഥന പോരാട്ടമാണ് എന്ന്. ലൂക്കോസ് 18:1 നിങ്ങൾ കുറിക്കണം. അവിടെ എഴുതിയിരിക്കുന്നു പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത്. സ്തോത്രം. 55 സങ്കീർത്തനം 16, 17 വാക്യങ്ങളിൽ കാണുന്നത് 3 നേരത്തെ പ്രാർത്ഥനയെ കുറിച്ച് കാണുന്നുണ്ട്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. 1 ശമൂവേൽ 12 അധ്യായം 23 വാക്യത്തിൽ നമ്മൾ കാണുന്നു. 1 ശമൂവേൽ 12:23 പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപമാണ് എന്ന് നമ്മൾ കാണുന്നു. ഞാൻ ആ റെഫറൻസുകൾ ഒന്നുകൂടെ പറയാം. ലൂക്കോസ് 18:1 മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ പറയുന്നു. 55 സങ്കീർത്തനം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 3 നേരത്തെ പ്രാർത്ഥനയെ കുറിച്ച് കാണുന്നു. 1 ശമൂവേൽ 12:23 കാണുന്നു. ശമൂവേൽ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപമാണ്. ഇപ്പൊ രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു ലൈഫ്, പ്രയർ ലൈഫിലേക്ക് ദൈവദാസനായ നെഹമ്യാവ് കയറിയതായി നമ്മൾ കാണുന്നു. അതെ സഹോദരങ്ങളെ, ഇപ്പൊ പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരിക്കണം. സ്തോത്രം. അപ്പോൾ തന്നെ പ്രാർത്ഥന ജൽപ്പനമായി മാറരുത്. കപടഭക്തിയുടെ പ്രാർത്ഥന അത് അപകടവുമാണ്, ശിക്ഷയുമാണ് എന്ന് മർക്കോസ് 12:40 പറയുന്നുണ്ട്.
ഉപായരൂപേണയുള്ള പ്രാർത്ഥന അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും. സോ നിങ്ങളുടെ പ്രാർത്ഥന സിൻസിയർ ആയിരിക്കണം, ഫ്രം ദ ഹാർട്ടിൽ നിന്നായിരിക്കണം, കൺഫസ് ചെയ്തുള്ള പ്രാർത്ഥനയായിരിക്കണം, കണ്ണുനീരോടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം, ഏറ്റുപറച്ചിലിന്റെ പ്രാർത്ഥനയായിരിക്കണം. നമ്മൾ എത്ര സ്മാർട്ട് ആണെങ്കിലും ചില സമയത്ത് മിസ്റ്റേക്ക് വരും. കാര്യമില്ലാതെ ഭാര്യയോട് കോപിച്ചു, സോറി പറയുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഏത് മിസ്റ്റേക്ക് വന്നാലും അത് സമ്മതിക്കുന്നത് ഒരു പ്രത്യേക ഗുണമാണ്. നമ്മൾ മൂടി വെക്കരുത്. ഒരാളോട് നമുക്കൊരു മാനസിക അകൽച്ച ഉണ്ടായി, അത് കണ്ടിന്യൂ ചെയ്യരുത്. അത് ഈവിൾ സീഡാണ്, അത് വളർന്ന് ഗ്രോ ചെയ്യും. കോപം മുഴുത്ത് പാപത്തെ പെറുന്നുവെന്നാണ്. സ്തോത്രം. അപ്പം കോപിച്ചാൽ പാപം ചെയ്യരുതെന്നാണ്. മോഹം എന്ന് പറയുന്നത് അതൊരു വിത്താണ്. മോഹം ഗർഭം ധരിച്ചാൽ അതിനൊരു ഡെലിവറി ഉണ്ട്, അത് പാപമാണെന്നാണ് വചനം പറയുന്നത്. മോഹത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ദൈവഹിതമില്ലാത്ത ഇഷ്ടങ്ങളുടെ മേൽ വചനത്തിന്റെ കത്തി വയ്ക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, അതുകൊണ്ട് താൻ പറയുന്നു തൻ്റെ പ്രാർത്ഥന ഡേ ആൻഡ് നൈറ്റ് ആയി. ഓക്കെ, നമ്മള് 6-ാം വാക്യത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു ഏറ്റുപറയുന്ന അടിയന്റെ പ്രാർത്ഥന. അടിയൻ എന്ന വാക്ക് വരുന്നത് യജമാനൻ എന്നുള്ള വാക്കപ്പുറത്തുള്ളത് കൊണ്ടാണ് അടിയൻ. സ്തോത്രം. യജമാനന്റെ മുമ്പിൽ എളിമയുടെയും വിനയത്തിന്റെയും താഴ്മയുടെയും പ്രതീകമാണ് അടിയൻ എന്നുള്ള വാക്ക്. സ്തോത്രം. യെശയ്യാവ് ദൈവശബ്ദം കേൾക്കുമ്പോഴും പറയുന്നത് ഇതാ, അടിയനിതാ, അടിയനെ അയക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവിക ഭരണം നമ്മുടെ മേൽ നടക്കാൻ, ദൈവിക ഭരണം നമ്മുടെ കുടുംബത്തിന്മേൽ നടക്കാൻ നിങ്ങൾ അനുവദിക്കണം. ദൈവം നിങ്ങളെ ഭരിക്കട്ടെ, ദൈവാത്മാവ് നിങ്ങളെ ഭരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കട്ടെ. ഓ റബഖാദന റമസിയ, ഓ ജീസസ്. പരിശുദ്ധാത്മാവ് സഭയെ ഭരിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഭയെ നയിക്കട്ടെ, പരിശുദ്ധാത്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിക്കട്ടെ, പരിശുദ്ധാത്മ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ നയിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. എന്നിട്ട് താൻ പറയുകയാണ്, അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. നോക്കുക, തൻ്റെ നോട്ടം ദൈവത്തിലേക്ക് മാത്രമാണ്. താൻ ദൈവശബ്ദത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതേ എൻ്റെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ നമ്മളിലുണ്ടാകും, നമ്മളിലൂടെ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന ഒരു പൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ വലിയ സംഭവങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൽ ഒരു ചർച്ചിലുണ്ടെങ്കിൽ വലിയ ദൈവപ്രവൃത്തി ആ ചർച്ചിലും ആ ദേശത്തും നടക്കും. സോ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി നമ്മളെ സമർപ്പിക്കാം. ഇന്ന് വൈകിട്ട് 9 മണിക്കുള്ള 4ാമത്തെ സെഷൻ പ്രാർത്ഥനയോടെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നവര് അറ്റൻഡ് ചെയ്യുക. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. സോ നമുക്ക് സന്തോഷ് ലൈനിലുണ്ടല്ലോ, സന്തോഷ് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. രാമാശകദുനിയാറബബ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, താങ്ക് യു ഹോളി ഈ സ്പിരിറ്റ്. നല്ല വൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. താങ്ക് യു ഹോളി അപ്പാ അതിന്റെ പാതപീഠത്തിൽ ഞങ്ങള് കടന്നു വരുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ജീസസ്. അപ്പാ ദൈവദാസിൽ കൂടെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം, ജീസസ്. ദൂതുകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ജീസസ്. അപ്പാ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഇതിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഞങ്ങളോട് ഇടപെടുമാറാകണം. ആത്മാവിന്റെ നദിയിലേക്ക് ഞങ്ങളെ ദിവസങ്ങൾ ഇറക്കണമേ കർത്താവേ. ദൈവം ഞങ്ങളെ വിളിച്ച
നിയോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുവാൻ തടസ്സമായി നിൽക്കുന്ന അപ്പാടിനെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. അപ്പാ ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ ആമേൻ മീറ്റിംഗിന്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ കുറവുകളും ദൈവം ക്ഷമിക്കണമേ കർത്താവേ. ഈ ദിവസങ്ങൾ ആഴത്തിൽ പ്രാർത്ഥിക്കുവാൻ, ആഴത്തിൽ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമേ. അപ്പാ തലവടക്കിരിക്കുന്ന എല്ലാവരും ദൈവവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരിസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി മേഖലകളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരെ കുടുംബമായി ഒരു ദിവസം സഹായിക്കുമാറണമേ കർത്താവേ. ഏത് ദേശത്തോ ഏത് രാജ്യത്തോ ഏത് പട്ടണത്തിലോ അവരായിരിക്കുന്നു, അവരെല്ലാം അവിടുന്ന് ചിറവിന്റെ മറവിൽ എടുത്ത് ഉപയോഗിക്കണേ കർത്താവേ. പുറത്തു വരുവാ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കർത്താവേ. അവിടെ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവസ്വർഗം കരുണ കാണിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അപ്പാ ദൈവ സാന്നിധ്യം ഓരോരുത്തരുടെ മേലും പകരണമേ കർത്താവേ. വിദ്വാൻമാർ ഹല്ലേലൂയ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു കർത്താവേ. അവരെ അത് അനുഗമിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിച്ചു അപ്പാ മുന്നേറുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാലും ഞങ്ങൾ കർത്താവേ നടക്കേണ്ടുന്ന വഴി ഞങ്ങളെ അഭ്യസിപ്പിക്കുവാനാകണമേ കർത്താവേ. ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ഞങ്ങളെ സ്വർഗം സഹായിക്കണമേ. അതിന് വിരോധമായി പൊങ്ങി വരുന്ന സകലത്തിലും ഞങ്ങളെ വിടിവിക്കണമേ കർത്താവേ. അതിനായി ഞങ്ങളെ ഈ ദിവസങ്ങൾ ഒരുക്കണമേ കർത്താവേ. അപ്പൊ ആ ബലമില്ലാത്തവർക്ക് അങ്ങ് ബലം നൽകണം, ശക്തി നൽകണമേ. അവിടുത്തെ വചനത്തിന്റെ ശക്തി കർത്താവേ. വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കലില്ല, നസനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അഭിഷേകത്തിന്റെ ശക്തി ഓരോ ജീവിതങ്ങളുടെ വെളിപ്പെടട്ടെ കർത്താവേ. അപ്പാ ഹല്ലേലൂയ. ഉറയ്ക്കാൻ കഴിയാത്ത ഓരോ ജീവിതങ്ങളെ ഈ ദിവസം ആത്മാവിൽ ഉറപ്പിച്ച് കർത്താവേ നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ അഭിഷേകത്തിനെ ദൈവം നിലനിർത്തണമേ, ശക്തീകരിക്കണമേ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയര കർത്താവേ. ഞങ്ങളുടെ അഭിഷേകത്തിനെ ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്ര ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസന്റെ ഉച്ച തൊട്ട് ഉള്ളങ്കാല് വരെ ദൈവശക്തി ആവരിക്കട്ടെ കർത്താവേ. ആത്മാവിന്റെ നിയോഗത്തിൽ തന്റെ ദാസൻ ചലിപ്പാൻ സ്വർഗം സഹായിക്കണമേ കർത്താവേ. രാത്രി മിരിവ് വളരെ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ ഞങ്ങൾക്ക് വിവേചിച്ചു നൽകുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവേ. 5 അപ്പം 2 മീൻ വാഴ്ത്തി അനുഗ്രഹിച്ചതുപോലെ അസാധാരണമായ ദൈവ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തി സഹായിക്കണമേ. തന്റെ ദാസന്റെ 2 തലമുറകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാനമായി കൊടുത്ത ഹല്ലേലൂയ അപ്പാ ഹല്ലേലൂയ കൊച്ചുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം സഹായിക്കണമേ. ദാസന്റെ കുടുംബത്തെ ഞങ്ങൾ യേശുവിന്റെ രക്തം കൊണ്ട് വചനം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വഴികൾ വാതികളെല്ലാം ഓപ്പണാക്കണമേ. അങ്ങടെ വായ്ത്ത തന്നെ ദാസന്റെ മേൽ നിറവേറുമാറണമേ. അത്ഭുതങ്ങൾ തന്നെ ദാസിൽ കൂടെ ദൈവാത്മാവ് ചെയ്യണമേ കർത്താവേ. വായ്ത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരണമേ കർത്താവേ. തന്നെ ദാസിൽ കൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. യഹോവയാൽ സംഭവിച്ചു മനുഷ്യന് മുമ്പിൽ ആശ്ചര്യമെന്ന് പറയുവാൻ സ്വർഗമിടയാക്കുമാറണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് അടിനെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനൊരു പ്രാർത്ഥനാ വിഷയം കൂടെ പറയുന്നു. നമ്മുടെ ഈ 40 days പ്രയറിൽ വയ്ക്കേണ്ട ഒരു വിഷയമാണ്. ഒരു പ്രയർ ടവറിന് വേണ്ടിയും നമ്മുടെ സെമിനാരിയുടെ ഓൺലൈൻ്റെ ഒരു ഓഫീസിനും വേണ്ടി ഞങ്ങളൊരു ലാൻഡ്, ഞാൻ ഇവിടുന്ന് ദുബൈക്ക് പോകുന്നതിൻ്റെ ഒരു 8 ദിവസത്തിന് മുമ്പ് കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രയർ ടവറിൻ്റെയും നിനക്ക് പാർക്ക് ചെയ്യേണ്ടതിനൊരു കൂടാരത്തിനും മിനിസ്ട്രിയുടെ ഓഫീസിനും മിഷണറി ഓഫീസിനും വേണ്ടി ഒരു സമയമായി. അതുകൊണ്ട് നീ അതിനുവേണ്ടി മനസ്സ് വയ്ക്കുക, അന്വേഷിക്കുക എന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഇപ്പോൾ 40 years ആയി മിനിസ്ട്രിയിലായിട്ട് ഞാനൊരു വീടിനെ കുറിച്ച്, എനിക്കൊരു വീടുണ്ടായിരുന്നു, വീട് വിറ്റ് ഞാൻ വേല ചെയ്തതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. കാരണം എന്ത് ഫണ്ട് എൻ്റെ കയ്യിൽ വന്നാലും മിനിസ്ട്രിക്ക് തികയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വിചാരം ഇല്ലായിരുന്നു.
ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഞാൻ ഈ ബെഡിൽ ഇങ്ങനെ വെളുപ്പിന് എൻ്റെ ഉള്ളിൽ അങ്ങനെ ദൈവം ഇടപെട്ടപ്പോൾ ഒരു സ്ഥലം ദൈവം എന്നെ ഇൻസ്പിറേറ്റ് ചെയ്തു. പക്ഷെ ആ സ്ഥലം നമുക്ക് മാനുഷ്യമായിട്ട് സാധ്യതയില്ല. അപ്പോൾ ഞാൻ അത് പ്രാർത്ഥിക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഏതാണ്ട് 4.5 ലക്ഷം രൂപയോളം സെന്റിന് വിലയാണ്, 22 സെന്റ് ലാൻഡ്. അപ്പം ഞാനിങ്ങനെ കർത്താവിനോട്, എൻ്റെ ഉള്ളിൽ ദൈവം ഒരു വില പറഞ്ഞു, ആ വിലയ്ക്ക് ഞാനത് തരുമെന്ന്. അപ്പം 2.4 2.5 ലക്ഷത്തിനുള്ളിൽ അത് ലാൻഡ് കിട്ടും എന്നിങ്ങനെ എൻ്റെ ഉള്ളത്തിൽ ദൈവം ഒരു ഹേമം തന്നു. ഞാൻ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു 4 അവിടെ വിലയാ. അപ്പം ഞാൻ ഈ പർപ്പസ് പറഞ്ഞു, നമുക്കൊരു പ്രയർ ടവറും മിഷണറി ഓഫീസും ഞങ്ങൾക്ക് പാർക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ അദ്ദേഹം ദൈവം എന്ത് വില എൻ്റെ ഉള്ളിൽ പറഞ്ഞു ആ വിലയ്ക്ക് അദ്ദേഹം സമ്മതിച്ചു. 30 വർഷത്തിന് മുമ്പ് അമേരിക്കയിൽ ഉള്ള ഒരു ഫാമിലി നാട്ടിൽ മേടിച്ചിട്ടിരുന്ന ഒരു സ്ഥലമാണ്. അത് 5 lakhs കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അത് ഓൾമോസ്റ്റ് 50 lakhs rupees നമുക്ക് വരുന്ന 8 മാസത്തിനകം ഉണ്ടാകണം. സോ അപ്പം 22 സെന്റ് സ്ഥലമാണ് നമുക്ക്. അപ്പം ഞാനിങ്ങനെ ആ കാര്യങ്ങൾ കണ്ടെത്തിയപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, 2 വർഷമായി ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവളുടെ ഉള്ളത്തോട് ദൈവം ഇടപെടുകയായിരുന്നെന്ന്. പിന്നീടാണ് അറിഞ്ഞത്. സോ എല്ലാവരും നിങ്ങൾ ആ പ്രയർ ടവറിന് ഉള്ള ആ ലാൻഡ് തക്ക സമയത്ത് മേടിക്കാൻ, എൻ്റെ കയ്യിൽ ഫണ്ടില്ല, പക്ഷേ ദൈവം അതിനുള്ള റിസോഴ്സുകൾ ഒരുക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഞാൻ വിശ്വാസത്തോടെ ചിന്തിക്കുന്നത് മാർച്ചിന് മുമ്പ് അത് എഴുതിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അതിനെ കല്ലിടണം. ഓക്കെ, അതിന് കർത്താവ് 1/2 സെന്റിനാണ് പ്രാപ്തിയെങ്കിൽ അങ്ങനെ, 1 സെന്റിനാണ് പ്രാപ്തിയെങ്കിൽ അങ്ങനെ കർത്താവ് ആളുകളെ നിയോഗിക്കണം അത് എഴുതാനുള്ള ഫണ്ട് ഉണ്ടാകാനായിട്ട്. NRE ഫണ്ട് തന്നെയാണ് അവർക്ക് US-ലുള്ളവർക്ക് വേണ്ടുന്നത്. സോ എല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും ചേർന്ന് 1 മിനിറ്റ് ആ വിഷയത്തിനായിട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തോമച്ചനെ അന്ന് ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ അഭിഷേകത്തിൽ കർത്താവേ, ആമേൻ, ദൈവസഭയുടെ മുന്നിൽ വെച്ച് ആമേൻ അഭിഷേകത്തെ അടിയങ്ങൾ ഏക മനസ്സോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവ്, അവിടുത്തെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സുവിശേഷത്തെ വ്യാപ്തിക്ക് വേണ്ടി കർത്താവെ അവിടുത്തെ ദാസന് മേൽ കൊടുത്ത കർത്താവെ ആലോചനയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനുവേണ്ടി അവിടുന്ന് കാണിച്ചു കൊടുത്ത ആ സ്ഥലത്തെ അടിയങ്ങള് ആമേൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവെ. ഹല്ലേലൂയ. അതിന്റെ കർത്താവെ എല്ലാ ക്രമീകരണങ്ങളും അത് വാങ്ങുവാനും കർത്താവെ സ്തോത്രം, തുടർന്നുള്ളതിന്റെ എല്ലാ ആമേൻ പണികൾക്കും വേണ്ട ആമേൻ റിസോഴ്സസ്, ഹല്ലേലൂയ, അതിന്റെ ക്രമീകരണങ്ങള് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാം ആമേൻ തക്ക സമയത്ത് തന്നെ കർത്താവെ ക്രമീകരിപ്പാൻ അവിടുത്തെ ദാസന് മേൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥന ഏറ്റെടുത്ത് ആമേൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും ഉള്ളവരോട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് പണിയുവാന് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവ നിയോഗം കൊടുക്കുമ്പോൾ അതിന് കൈത്താങ്ങ് കൊടുക്കുവാൻ നിങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അതിന് വേണ്ട കർത്താവേ സ്തോത്രം, കർത്താവേ ആമേൻ സ്തോത്രം. പണം കണ്ടെത്തുവാൻ തക്കവിധം ഈ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ദൈവം അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ സ്തോത്രം സ്തോത്രം കർത്താവേ. ഒരു നിയമ തടസ്സങ്ങളെ, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു തടസ്സങ്ങളെ അതിന്മേൽ ഉണ്ടാകുവാൻ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ സ്തോത്രം സ്തോത്രം. അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. അത് ദൈവനാമത്തിനും മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസമായി, അനേകരെ ദൈവവചനം പഠിപ്പിക്കുന്നവരാക്കി, അനേകരെ മിഷണറിമാരാക്കി തീർക്കുവാൻ ഹല്ലേലൂയ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ. ഈ വിഷയം ഓരോ ദിവസവും ആമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ, ഓരോ നിമിഷം അടിയങ്ങൾ ഉള്ളത്തിൽ ആമേൻ പ്രാർത്ഥിക്കുവാനുള്ള ആമേൻ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ സ്തോത്രം. അടിയങ്ങളുടെ വിശ്വാസ കണ്ണാൽ അത് കാണുന്നു. അവിടെ ഒരു പ്രയർ ടവർ ഉയർന്നു വരും, അവിടെ ഒരു മിഷണറി ഓഫീസ് ഉയർന്നു വരും, അവിടുന്ന് അനേകായിരങ്ങൾ ഹല്ലേലൂയ മിഷണറിമാരായിട്ട് പുറത്തു വരും. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അവർ പോയി ഹല്ലേലൂയ ദൈവത്തിന്റെ വേലയിൽ അനേകരെ നേടുന്നവരായി തീരും. ഹല്ലേലൂയ. കർത്താവേ അടിയങ്ങൾക്കും അതിന് ചുമൽ കൊടുക്കുവാൻ
ഹല്ലേലൂയ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കും, അവിടുന്ന് ബലപ്പെടുത്തും. സകലതുപടി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ആശീർവാദങ്ങൾ പറഞ്ഞിടന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച ഓരോ അഭിഷേകണ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 താങ്ക് യു വെരി മച്ച്. കണ്ടിന്യൂസ് ടു പ്രേ ആൻഡ് അറ്റൻഡ് മീറ്റിംഗ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഈ സെയിം ലിങ്ക് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. സോ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വൈകിട്ട് 9 മണിക്ക് കാണാം. അതുവരെയും കർത്താവിന്റെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ. Thank you. ആമേൻ. Thank you. ആമേൻ.